അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്? ആണോ? അതാണ് ചോദ്യം. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. അല്ലല്ല, അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് വെക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലിക്കറിന് ടാക്സ് ഏർപ്പെടുത്തി. ബർക്കാഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പരിപാടി തുടങ്ങിയെന്നറിയാമോ? ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാഡി ഇന്ത്യ സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ഇനി കേട്ടോ, ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും പറഞ്ഞു യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും. 3/2022 ആ സർക്കാരിന്റെ മദ്യനയം ഐറ്റം 25, ഏത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. അന്നത്തെ എക്സൈസ് മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ബക്കാഡി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോ ബിയറിന്റെ ടാക്സ് എന്ന് പറയുന്നത് 116%, വൈനിന്റേത് 86%. ഇതിന്റെ ഇടയിൽ ഒരു ടാക്സ്, അതിന്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുള്ളത്. ഈ 86-നും 116-നും ഇടയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനമെടുത്തുന്നതാണ്. അതിങ്ങനെ ഓടിപ്പോയി 7 ഉദ്യോഗസ്ഥന്മാരെടുത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലയാഴ്ചയാണ്. തലേ ദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത്, ആണല്ലോ. എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. ഇത് ഞങ്ങൾ എന്താ തീരുമാനിക്കാൻ കാര്യം? അവര് പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചത്. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ 175% വെച്ചത്. മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വെച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്. ഇനി ഒരു കാര്യം കൂടി അറിയണം. നമ്മുടെ മുൻ ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. എന്തിനാണെന്നറിയോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം, മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. അതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയോ? 40% മുതൽ 60% വരെയാണ്. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോ ഇവരുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന ടാക്സ് എത്രയെന്നറിയോ? 78%. ഇപ്പോ 251% വരെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്? ആണോ? അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%, 60% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം മേടിച്ച് വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങള് മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിന്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ധനകാര്യമന്ത്രിക്ക് അറിയാം. ടാക്സ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുക, അവരുടെ പ്രപ്പോസൽ മേടിക്കും. അവരുമായിട്ട് സംസാരിക്കില്ല, അല്ലെ? ഞാൻ ഈ ലിജു എന്റെ മുറിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കും എന്ന് പത്രവാർത്ത കണ്ടിട്ട് ഞാൻ ലിജുവിനോട് ചോദിച്ചിട്ട്, നീ വരുന്നില്ലേ? നീ എന്ന് വെച്ചാൽ അവൻ എന്റെ അനുജനാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പാവം പറയാം, 2-3 കാര്യം പറയാനുണ്ടായിരുന്നു. ഈ വാർത്ത വന്ന കാരണം എനിക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നതാണ്. ഇതാണ് സ്ഥിതി, അല്ലെ? ഇതാണ് സ്ഥിതി. ഇനി ഈ ഞങ്ങൾ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക്
ഫയല് കൊണ്ടുകൊണ്ട് KPCC പോവില്ല. അത് മനസ്സിലായല്ല? മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചു മാറ്റി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അംഗീകാരം മേടിക്കുന്ന പരിപാടിയൊന്നും ഈ ഗവൺമെന്റിലുണ്ടാവില്ല. ഇനി വേറൊരു കാര്യം, മദ്യത്തിന്റെ വ്യാപനം അരുത്. കാര്യം ഈ സർക്കാർ നമ്മളോട് ഉപദേശിക്കുകയാണ്, മദ്യം വ്യാപിപ്പിക്കും. ഇവിടെ 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്ര 900 ചില്ലാൻ ബാറായി. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. ബീവറേജ് കോർപ്പറേഷന്റെ അല്ലല്ല, അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് വെക്കുന്നത്. മനസ്സിലായില്ലേ? 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്, മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വിഷമാണ്. ഞങ്ങൾ ഇതിന്ന് അങ്ങനെയൊന്നും പറയാത്താണ്. പക്ഷേ എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മറുപടി കൊടുക്കേണ്ടത്, അല്ലേ? എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ എത്ര പ്രാവശ്യം മേടിച്ചു എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കില്ല.